മോർണിംഗ് കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ഓരോ ക്വാഡ്രൻറ്റിലും 4 ക്വാഡ്രൻ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ഓരോ ക്വാഡ്രൻറ്റിലും സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് ഇതിലേതൊക്കെയാണ് പോസിറ്റീവ്, ഏതൊക്കെയാണ് നെഗറ്റീവ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്, ഹോൾ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനാണ് പോസിറ്റീവ്, സൈനും ഓട്ടോമാറ്റിക്കലി റെസിപ്രോക്കലായ കൊസീക്കും, ബാക്കി കംപ്ലീറ്റ് നെഗറ്റീവ്. തേർഡിൽ AST ടാനും റെസിപ്രോക്കലായ കോട്ടെക്സും പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ്. അതുപോലെ ലാസ്റ്റ് 4ാമത്തെ ക്വാഡ്രൻറ്റിൽ AST കോസ് എക്സും റെസിപ്രോക്കലായ സീക്കെക്സും പോസിറ്റീവ്, ബാക്കി കംപ്ലീറ്റ് നെഗറ്റീവ്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ക്വാഡ്രൻറ്റിലും സൈൻ എക്സ് എങ്ങനെ വേരി ചെയ്യുന്നു, കോസ് എക്സ് എങ്ങനെ വേരി ചെയ്യുന്നു, അതുപോലെ കൊസീക്ക് എക്സ് വരെ ഓരോന്നും എങ്ങനെയാണ് ഓരോ ക്വാഡ്രൻറ്റിലും വേരി ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. അപ്പം അതെല്ലാമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് വേരിയേഷൻ ഓഫ് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ഇൻ ഈച്ച് ക്വാഡ്രൻറ്റ്, അതിനായിട്ട് നമ്മുടെ യൂണിറ്റ് സർക്കിൾ ഓർക്കുന്നുണ്ടല്ലോ. യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആണ്. ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾ 0 0 സെൻറ്റർ ആയിട്ടുള്ള സർക്കിൾ, ഒരു യൂണിറ്റ് റേഡിയസ് ആണ്. ഒരു യൂണിറ്റ് റേഡിയസ് ആണ് ഈ ലെങ്ത് 1, അതായത് എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് 0. ഇവിടെ നോക്കിയാൽ എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് മേലോട്ട് പോകുന്നില്ലല്ലോ 0. ഇനി ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് എക്സ് 0, വൈ കോർഡിനേറ്റ് ഒരു യൂണിറ്റ് റേഡിയസ് അല്ലേ 1 വരും. ഇനി ഇടത് സൈഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് എക്സ് ഇങ്ങോട്ടാ -1 വരും, -1 വൈ 0. ഈ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ഇവിടെ 0 ആണ്, വൈ എന്ന് പറയുമ്പോൾ താഴോട്ട് നെഗറ്റീവ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പറയുന്ന യൂണിറ്റ് സർക്കിളാണ്. ഈ സർക്കിളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, സൈൻ എക്സ് ഏത് പോയിന്റ്, ഈ ഇവിടെയുള്ള ഏത് പോയിന്റ് എടുത്താലും ആ കറസ്പോണ്ടിങ് ആംഗിൾ സൈൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ്, സൈൻ എക്സ് വൈ കോർഡിനേറ്റും കോസ് എക്സ് എക്സ് കോർഡിനേറ്റുമാണ്. കോസ് എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ്. നമ്മൾ നേരത്തെ പറയുന്ന യൂണിറ്റ് സർക്കിൾ എടുത്ത് ആ സർക്കിളിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്ക് ലൈൻ വരയ്ക്കുന്നു. ആംഗിൾ എക്സ് ആണെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്, കോസ് എക്സ് എന്ന് പറഞ്ഞ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇത് വെച്ചുകൊണ്ടാണ് ഇതിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇത് വെച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നോക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുന്നു. ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്താൽ നോക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് വേരി ചെയ്യുന്നത്, എക്സ് എന്ന് പറയുന്നത് തുടക്കത്തിൽ 1. ഫസ്റ്റ് ക്വാഡ്രന്റ് തുടക്കം എന്ന് പറയുമ്പോഴത്തേക്കും ആംഗിളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് തുടക്കം ആംഗിൾ 0 വരുമ്പോൾ ഇവിടെ വരും പോയിന്റ്. ആംഗിൾ കൂടുമ്പോഴത്തേക്കും പോയിന്റ് ഇങ്ങനെ കൂടി വരും. പോയിന്റ് കൂടി ആ സർക്കിളിൽ ആംഗിൾ കൂടുമ്പോൾ ഇത് ആംഗിൾ ഇച്ചിരി കൂടുന്നു. അപ്പോൾ ആംഗിൾ കൂടുന്ന അനുസരിച്ച് ഈ പോയിന്റ് ഇങ്ങനെ വന്ന് ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ അവസാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും, ആംഗിൾ 90 ഡിഗ്രി വരും. അപ്പോൾ ഇതിങ്ങനെയാണ് വൈ വേരി ചെയ്യുന്നത്. വൈയും എക്സും ഒക്കെ അങ്ങനെ വേരി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റ് തുടക്കത്തിൽ വൈ എന്ന് പറയുന്നത് 0 0യിൽ നിന്ന് ഇത് 0 ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വൈ കൂടി, ഇവിടെ ഇച്ചിരൂടെ നീളം കൂടി, വൈ ഇങ്ങനെ കൂടി വരിക. കണ്ടോ നീളം, വൈ എന്ന് പറഞ്ഞ ഈ ലെങ്ത് അല്ലേ, ഈ ലെങ്ത് കൂടി അവസാനം ഇവിടെ വന്നപ്പോഴത്തേക്കും 1-ലെത്തി. അപ്പോൾ നമുക്കറിയാം വൈ ഇൻക്രീസസ് ഫ്രം കൂടുക, ഇൻക്രീസസ് ഫ്രം 0 to 1. തുടക്കത്തിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് തുടക്കം ഇവിടെയാണ്, തുടക്കത്തിൽ വൈ 0. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതോറും 0 ഇങ്ങനെ കൂടി വരിക. ഇവിടെ വരുമ്പോഴത്തേക്കും നോക്കുക വൈ കോർഡിനേറ്റ് 1 ആകും. വരും. അതായത് നമ്മളിപ്പോൾ അറിയാം ഇവിടുത്തെ ഈ ഒരു പോയിന്റ് എടുത്താൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കുന്നത്. എക്സ് കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസും വൈ കോർഡിനേറ്റ് ഈ ഡിസ്റ്റൻസും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സർക്കിളിൽ ഇവിടെ വരുമ്പോഴത്തേക്കും വൈ കോർഡിനേറ്റ് ഇത്രയാവും, ഇവിടെ വരുമ്പോഴത്തേക്കും വൈ കോർഡിനേറ്റ് ഇത്രയാവും. അങ്ങനെ കൂടി ഇവിടെ വരുമ്പോഴത്തേക്കും വൈ കോർഡിനേറ്റ് കംപ്ലീറ്റ് 1 വരും. തുടക്കത്തിൽ 0, വൈ കോർഡിനേറ്റ് 0യിൽ നിന്ന് കൂടി 1-ലേക്ക് എത്തും. അതാണ് വൈ ഇൻക്രീസസ് ഫ്രം 0 to 1. ഇനി നോക്കാം, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം 0 to 1. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം 0 to 1 ആണ്. അതുപോലെ കോസ് എക്സിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. തുടക്കത്തിൽ എക്സ് കോർഡിനേറ്റ് 1 കണ്ടോ, എക്സ് കോർഡിനേറ്റ് ഇത്രയുണ്ട്. ഈ പോയിന്റ് വരുമ്പോഴത്തേക്ക് എക്സ് കോർഡിനേറ്റ് ഇത്രയാവും. ഈ പോയിന്റ് വരുമ്പോഴത്തേക്ക് എക്സ് കോർഡിനേറ്റ് കുറഞ്ഞു ഇവിടെ വരുമ്പോഴത്തേക്ക് എക്സ് കോർഡിനേറ്റ് 0 വരും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 1 ആയിരുന്നു, അത് കുറഞ്ഞു ഇവിടെ വരുമ്പോഴത്തേക്ക് 0 വരും. അപ്പോൾ നമുക്ക് എക്സ് കുറയുക, ഡിക്രീസസ് ഫ്രം 1 to 0, 1-ൽ നിന്ന് 0-ലേക്ക് കുറഞ്ഞു വരും. ഫസ്റ്റ് ക്വാർട്ടറിൽ
y എന്ന് പറഞ്ഞ 0-ൽ നിന്ന് 1-ലേക്ക് കൂടുന്നു, x എന്ന് പറഞ്ഞ 1-ൽ നിന്ന് 0-ലേക്ക് കുറയുന്നു. അപ്പൊ നമുക്ക് കിട്ടും y എന്ന് പറയുന്നത് sin x ആണ്. sin x ഇൻക്രീസ് മേളോട്ട് ആരോ മാർക്ക് ഇടുക, ഇൻക്രീസസ് ഫ്രം 0 to 1. sin x ഉയരുന്നു. cos x എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് ആണ്. cos x x കോർഡിനേറ്റ് ഇല്ലേ, കുറയുക, താഴോട്ട് ഡിക്രീസ് ചെയ്യുന്നതിന് താഴോട്ട് ആരോ മാർക്ക് ഇട്ടു. ഫ്രം 1 to 0. sin x കൂടുന്നു, cos x കുറയുന്നു. അത് വെച്ചിട്ട് ടാനും കോട്ടും സീക്കും കോസിക്കും എല്ലാം എഴുതാം. tan x എന്ന് വെച്ചാൽ tan x എന്ന് വെച്ചാൽ sin x by cos x അല്ലേ, sin x by cos x തുടക്കത്തിൽ 0/1 എന്ന് വെച്ചാൽ 0 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 0 2 1/0 അവസാനിക്കുമ്പോൾ sin x 1 cos x 0 അല്ലേ, അപ്പോൾ 1/0. നമ്മൾ 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കും, 1/∞ എന്നുള്ളത് 0 ആയിട്ട് എഴുതും. 1/0 എന്ന് വെച്ചാൽ 1/0 ഇൻഫിനിറ്റി വലിയ നമ്പറാണ്. ഒന്നിനെ 0 കൊണ്ട് ഡിവിഷൻ ഡിഫൈൻഡ് അല്ല എങ്കിൽ നമ്മൾ അതിനെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു സാങ്കല്പിക നമ്പർ, ഇമാജിനറി നമ്പറാണ്, റിയൽ ആയിട്ടുള്ള ഒരു നമ്പർ അല്ല, ഒരു സാങ്കല്പിക നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് എടുക്കുന്നത്. 1/0 ഇൻഫിനിറ്റി ആണെന്നും 1/∞ 0 ആണെന്നും നമ്മൾ അങ്ങ് എഴുതുക, അത് ഓർത്തിരുന്നോളാം. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ്. ഒന്നിനെ വലിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0യുടെ അടുത്തിരിക്കും. അപ്പോൾ 0യോട് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയൊരു നമ്പർ, അത് അങ്ങനെ ഇതങ്ങ് ഇങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ tan x 0-ൽ നിന്ന് അങ്ങ് ഇൻഫിനിറ്റി കൂടി പോവുക. ഇനി കോട്ട് x എന്ന് പറഞ്ഞാൽ 1/tan x അല്ലേ, കോട്ട് x വെച്ചാൽ 1/tan x ആണ്. 1/tan x എന്ന് പറഞ്ഞാൽ 1/0. ഇതിപ്പം കൂടുവാണ്, 0-ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുമോ. ഇനി കോട്ട് x എന്ന് വെച്ചാൽ 1/tan x ആണ്. 1/tan x ആദ്യത്തെ 1/0 നമ്മൾ ഇൻഫിനിറ്റിയിൽ എടുത്തു. 2 1/∞ 1/tan x അല്ലേ, 1/∞ എന്ന് വെച്ചാൽ 0, ഇൻഫിനിറ്റിയിൽ 0 വലുതിൽ നിന്ന് 0-ലേക്ക് വരിക, അപ്പം കുറയുക, കോട്ട് x കുറയുന്നു. tan x 0 tan x sin x by cos x ആണ്. sin x by cos x ആണ് 0/1 0 1/0 ഇൻഫിനിറ്റി, 1-ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് 0-ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുന്നു. കോട്ട് x എന്ന് വെച്ചാൽ tan x ന്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമ്മൾ 0യുടെ റെസിപ്രോക്കൽ 1/0 എടുത്തത് ഇൻഫിനിറ്റി ആണ്. 1/∞ എന്ന് വെച്ചാൽ 0 ഇൻഫിനിറ്റി വലിയ നമ്പറാണ്, വലിയ നമ്പറിൽ നിന്ന് 0-ലേക്ക് കുറയും. അതുപോലെ തന്നെ sec x ഉം cosec x ഉം എഴുതാം. sec x എന്ന് വെച്ചാൽ 1/cos x ആണ്. cos x ന്റെ റെസിപ്രോക്കൽ നമുക്ക് നോക്കാം. cos x എന്ന് വെച്ചാൽ 1/cos x അല്ലേ, sec x. അപ്പോൾ 1/1 എന്ന് വെച്ചാൽ 1 തന്നെ. 2 1/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി, 1-ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക്, 1-ൽ നിന്ന് ഇൻഫിനിറ്റി വലുതാ കൂടുമോ. sec x 1-ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുന്നു. അതുപോലെ cosec x എന്ന് വെച്ചാൽ sin x ന്റെ റെസിപ്രോക്കൽ, sin x 0-ൽ നിന്ന് 1-ലേക്കാണ്. അപ്പോൾ 0യുടെ റെസിപ്രോക്കൽ 1/0 ഇൻഫിനിറ്റിയാണ്. 2 1 1/1 cosec x 1/sin x അല്ലേ, 1/1 എന്ന് വെച്ചാൽ 1 ഇൻഫിനിറ്റിയിൽ നിന്ന് 1-ലേക്ക് കുറഞ്ഞു വരിക, താഴോട്ട് വരിക. ഇതാണ് ഫസ്റ്റ് ക്വാർട്ടറിലുള്ള വേരിയേഷൻ. ഫസ്റ്റ് ക്വാർട്ടറിൽ sin x 0-ൽ നിന്ന് 1-ലേക്ക് കൂടുന്നു, cos x 1-ൽ നിന്ന് 0-ലേക്ക് കുറയുന്നു. അത് നമ്മൾ ഇത് വെച്ചാണ് പറയുന്നത്, y-ഉം x-ഉം വെച്ച്. ഇനി അത് ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയല്ലേ എഴുതാം. tan x sin by cos, കോട്ട് എന്ന് വെച്ചാൽ tan x ന്റെ റെസിപ്രോക്കൽ, sec cosec, ഇതുപോലെ നമുക്ക് എഴുതാം. ഇതുപോലെ തന്നെ എല്ലാ ക്വാർട്ടറിലും ഈ കാര്യങ്ങൾ നമുക്ക് എഴുതാം. സെക്കൻഡ് ക്വാർട്ടറിൽ നോക്കുക. സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോഴത്തേക്കും, ഇത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്, സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ഇനി സൈനും കോസും മാത്രം വരുന്നു. അത് വെച്ച് നമുക്ക് എല്ലാം കൂടെയുള്ള ടേബിൾ എഴുതാം. തൽക്കാലം സൈനും കോസും മാത്രം പറയാം. sin x cos x നോക്കുക. സെക്കൻഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ഇവിടെ ഈ ഭാഗം തുടക്കത്തിൽ ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. അപ്പൊ sin x എന്ന് പറഞ്ഞാൽ y അല്ലേ, y നോക്കുക. സെക്കൻഡ് ക്വാർട്ടറിൽ തുടക്കത്തിൽ y 1-ൽ നിന്ന് ഇവിടെ മാക്സിമം ഉണ്ട്, പിന്നെ y വരുമ്പോഴത്തേക്കും കുറഞ്ഞു ഈ ലെങ്ത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു വരിക, ഇവിടെ വരുമ്പോഴത്തേക്കും y 0 ആയി മാറി. അപ്പോൾ 1-ൽ നിന്ന് 0-ലേക്ക് കുറയുന്നു, ഡിക്രീസ് ചെയ്യുക. y decreases from 1 to 0. 1-ൽ നിന്ന് 0-ലേക്ക് കുറയുക. മാക്സിമം 1 ആയിരുന്നു, അത് കുറഞ്ഞു 0 ആയിരുന്നു. x എന്ന് പറഞ്ഞാൽ 0-ൽ നിന്ന് -0 ആണ്, ഇങ്ങോട്ട് വരുന്നതോറും x കണ്ടോ കുറഞ്ഞു -1-ലേക്ക് വന്നു. 0-ൽ നിന്ന് കുറഞ്ഞ് ലെഫ്റ്റിലോട്ട് വരുമല്ലേ, -1-ലേക്ക് വന്നു. അപ്പോൾ x decreases from 0 to -1. അപ്പോൾ നമുക്ക് ഇവിടെ വ്യത്യാസം വരും. sin x എന്ന് പറഞ്ഞാൽ y ആണ്, y ഡിക്രീസ് ചെയ്യുവാണ് ഫ്രം 1 to 0. cos x എന്ന് പറഞ്ഞാൽ x ആണ്,
ഡിക്രീസ് ചെയ്യണം 0 to -1. ഇനി അത് വെച്ച് തന്നെ ടാനും കോട്ടും സീക്കും എല്ലാം എഴുതാം. നമുക്ക് ടേബിൾ വരച്ചിട്ട് ഒരുമിച്ച് എഴുതാം. എപ്പോഴും ഇനി ഫുള്ള് പറയുന്നില്ല. ഈ അതുപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ്. ഇനിയിപ്പം തേർഡ് ക്വാഡ്രന്റിൽ ഇവിടെ എന്താ ഇങ്ങനെയാണ് വേരിയേഷൻ. y എന്നുള്ള സൈൻ എക്സ് ആ. y = sin x. -1 നിന്ന് -1 y അല്ലേ 0. y 0 ആണല്ലോ. y = sin x. അത് 0 അല്ല. 0യിൽ നിന്ന് -1ലേക്ക് കുറയുന്നത്. y 0യിൽ നിന്ന് കുറഞ്ഞ് -1ലേക്ക് വരും. x എന്ന് പറഞ്ഞാൽ cos x ആ. cos x എന്ന് പറഞ്ഞാൽ -1ൽ നിന്ന് 0യിലേക്ക്, -ൽ നിന്ന് 0യിലേക്ക് കൂടുക. -ൽ നിന്ന് 0യിലേക്ക് വരുമ്പോൾ കൂടുക ചെയ്യുന്നത്. ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ sin x y ആ. y എന്ന് പറഞ്ഞാൽ -1ൽ നിന്ന് 0യിലേക്ക്, -ൽ നിന്ന് 0യിലേക്ക് കൂടുക ചെയ്യുന്നത്. cos x എന്ന് പറഞ്ഞാൽ x ആ. 0യിൽ നിന്ന് 1ലേക്ക് കൂടുക ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ മതി. ഇവിടെ ഓരോന്നിന്റെ വേരിയേഷൻ നോക്കുക. ഇനി നമുക്കത് ശരിക്ക് ഫുള്ള് എഴുതാം. ഓരോന്നിന്റെ വേരിയേഷൻ, ആ വേരിയേഷൻ വെച്ചാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 4 കോളം വേണം. 4 അല്ല 5 കോളം. ഫങ്ഷൻസ്. ആദ്യം ഫങ്ഷൻസ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. 4 ക്വാഡ്രന്റ്. ഇവിടെ ഫങ്ഷൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഫങ്ഷൻസ് sin x, cos x, tan x. tan x എന്ന് വെച്ചാൽ sin x by cos x ആണ്. അതോടെ എഴുതിയേക്കാം. tan x = sin x by cos x. cot x എന്ന് വെച്ചാൽ 1/tan x ആ. 1/tan x. sec x എന്ന് വെച്ചാൽ 1/cos x ആ. cosec x എന്ന് വെച്ചാൽ 1/sin x ആ. നമുക്ക് ഓരോന്നിന്റെ എഴുതാം. ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ എഴുതിയത് sin x 0യിൽ നിന്ന് 1ലേക്ക് ഇൻക്രീസസ് ഫ്രം 0 to 1. 0യിൽ നിന്ന് 1ലേക്ക് കൂടുവരും. നമ്മൾ മുമ്പ് എഴുതിയില്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ sin x എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് കുറയുക. ഡിക്രീസസ് ഫ്രം 1 to 0. 1ൽ നിന്ന് 1 മാക്സിമം എത്തിയിട്ട് പിന്നെ 1ൽ നിന്ന് 0യിലേക്ക് കുറയുക സെക്കൻഡ് ക്വാഡ്രന്റിൽ. തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ പിന്നെ 0യിൽ നിന്ന് -1ലേക്ക് കുറയുക പിന്നെ 0 to -1. ഞാൻ ഇവിടെ ആരോ മാർക്ക് ഇടുന്നത്. നിങ്ങൾ ഡിക്രീസസ് തന്നെ എഴുതണം. ഞാൻ നോട്ടിൽ അത് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഡിക്രീസസ് ഫ്രം 0 to -1. ഫോർത്ത് ക്വാഡ്രന്റിൽ ഇനി ഫോർത്ത് ക്വാഡ്രന്റിൽ -1ൽ നിന്ന് 0യിലേക്ക് കൂടുക. ഇൻക്രീസസ് ഫ്രം -1 to 0. ഇങ്ങനെയാണ് sin x ന്റെ വേരിയേഷൻ. അത് ഞാനിപ്പം കാണിച്ചു തന്നാ. അപ്പോൾ ആദ്യം 0യിൽ നിന്ന് 1ലേക്ക് കൂടുന്നു, പിന്നെ 1ൽ നിന്ന് 0യിലേക്ക് കുറയുന്നു, 0യിൽ നിന്ന് പിന്നെ -1ലേക്ക് കുറയുന്നു, പിന്നെ -1ൽ നിന്ന് 0യിലേക്ക് കൂടുക ചെയ്യുന്നത്. ഇനി cos x എന്ന് വെച്ചാൽ ആദ്യം മാക്സിമം 1 ആയിരുന്നു. 1ൽ നിന്ന് 0യിലേക്ക് കുറയുക ചെയ്യുന്നത്. ഡിക്രീസസ് ഫ്രം 1 to 0. പിന്നെ 0യിൽ നിന്ന് -1ലേക്ക് പിന്നെയും കുറയുക. 0 to -1. പിന്നെ -1ൽ നിന്ന് 0യിലേക്ക്. അപ്പം കൂടുക. ഇൻക്രീസസ് ഫ്രം -1 to 0. പിന്നെ 0യിൽ നിന്ന് 1ലേക്ക് കൂടുക. 0 to 1. മനസ്സിലായോ? ഇനി നമ്മൾ ഇത് വെച്ചുകൊണ്ടാണ് tan x ബാക്കിയെല്ലാം എഴുതുന്നത്. അപ്പം ബാക്കിയെല്ലാം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇനി ഇൻഫിനിറ്റി ഒക്കെ വരും. ഇൻഫിനിറ്റി ഒക്കെ വരുമ്പോൾ ചിലയിടത്ത് പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും, ചിലയിടത്ത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആയിരിക്കും. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നിങ്ങളത് തിരിച്ചറിയണം. അപ്പം അതിനായിട്ട് നമ്മുടെ ക്വാഡ്രന്റ് നോക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ഓൾ പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. അപ്പം നമുക്കിവിടെ ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്, എല്ലാം പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവാണ്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് എഴുതുന്നത്. കാരണം ഇൻഫിനിറ്റി വരുമ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി ഇടണോ നെഗറ്റീവ് ഇൻഫിനിറ്റി ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പം അതുകൊണ്ടാണ് ഇത് ഫുള്ള് പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ് ആ, സൈൻ എക്സ് ആ പോസിറ്റീവ്. സൈൻ എക്സും കൊസീക് എക്സും പോസിറ്റീവ്. അപ്പോൾ സൈൻ എക്സ് ഇവിടെ ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ കൊസീക് എക്സും കൂടെ പോസിറ്റീവ് വരും. ബാക്കി ഫുള്ള് നെഗറ്റീവാണ്.
ഇത് ഓൾറെഡി നെഗറ്റീവാണ്. 0 to -1 0 -1 വരെ നെഗറ്റീവാണ്. ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്ത AST തേർഡ് ക്വാഡ്രന്റ് T ആണ്, ടാനും കോട്ടും. അപ്പം ടാനും കോട്ടും പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് രണ്ടും പോസിറ്റീവ്. ബാക്കി എല്ലാം നെഗറ്റീവ്. കാരണം ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. 0 to -1 -1 to 0 എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവാണ്. അപ്പം ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഇനി ഫോർത്ത് ക്വാഡ്രന്റ് ASTC കോസ് പോസിറ്റീവ്, അവിടെ കണ്ടോ പോസിറ്റീവ്. അപ്പോൾ സിക്കും പോസിറ്റീവ് വരും, കോസും സിക്കും പോസിറ്റീവ്. ബാക്കി ഫുള്ള് നെഗറ്റീവാണ്. ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇതെല്ലാം നെഗറ്റീവ് വരും. കണ്ടോ? ഇത് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പോവാണേ. ആദ്യം tan x sin x by cos x അല്ലേ? sin x by cos x നിങ്ങൾ ഡിവൈഡ് ചെയ്താണ് 0/1. 0/1 എന്ന് വെച്ചാൽ 0/1 എന്ന് വെച്ചാൽ 0 to 1/0. 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയോ നെഗറ്റീവ് ഇൻഫിനിറ്റിയോ വരാം. അപ്പോൾ അത് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇൻഫിനിറ്റി. 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുക, ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസസ് ഫ്രം കൂടുക. ഇനി അടുത്ത സെക്കൻഡ് ക്വാർട്ടറിൽ ശ്രദ്ധിച്ചോണ്ട് നെഗറ്റീവാണ്, ഇൻഫിനിറ്റി വരുന്നിടത്ത് നെഗറ്റീവ് ഇൻഫിനിറ്റി കിട്ടണം. അപ്പോൾ നമുക്ക് സൈൻ ബൈ കോസ് അല്ലേ, 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിയാണ്. 1/0 ഇതൊരു നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി ഇടണം. നെഗറ്റീവ് ഇൻഫിനിറ്റി 2. കാരണം ഇവിടെ നോക്കാം, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. പോസിറ്റീവ് ബൈ നെഗറ്റീവ് എന്നുള്ള നെഗറ്റീവേ വരുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റി 2. 0/-1. 0 എന്ത് വന്നാലും 0യാണ്. മൈനസ് ഇൻഫിനിറ്റി നമ്മൾ താഴെ, മൈനസ് ഇൻഫിനിറ്റിന്ന് 0യിലേക്ക് കൂടുക ചെയ്യുന്നത്. ഇൻക്രീസസ് ഫ്രം, ഞാൻ ആരോ മാർക്ക് ഇട്ടാൽ പോലെ, ഇൻക്രീസസ് ഫ്രം കൂടുന്നു. മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് 0യിലേക്ക് കൂടുക ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുക, പോസിറ്റീവാണ്. ഇനി വരുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റി ഇട്ടാൽ മതി. 0 വരുമ്പോൾ 0 2 -1/0. -1/0 ഇവിടെ നോക്കി, ഇത് നെഗറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ്, ഇനി പോസിറ്റീവ് വരും. അത് ശ്രദ്ധിക്കേണ്ട, പോസിറ്റീവ് ഇട്ടാൽ മതി. ഇൻഫിനിറ്റി പോസിറ്റീവ്, 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുക. ഇൻക്രീസസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അടുത്തത് നോക്കുക, മൈനസ്, ഇവിടെ നെഗറ്റീവ് ആണ്, ശ്രദ്ധിച്ചോളൂ നെഗറ്റീവ്. -1/0 ആണ്. -1/0 എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരും. 2 0 വരുമ്പോൾ 0. ഇപ്പം നെഗറ്റീവ്, അപ്പം മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് 0യിലേക്ക്, നെഗറ്റീവിൽ നിന്ന് 0യിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസസ് ഫ്രം, കണ്ടോ? tan x ഫുള്ള് ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്, ഫുൾ ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് tan x. ഇനി നമ്മൾ കോട്ടെക്സ് നോക്കുക. കോട്ടെക്സ് നോക്കുമ്പോൾ 1/tan x ആണ്. tan x-ന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇവിടെ പോസിറ്റീവാണ്, അപ്പോൾ 0യുടെ റെസിപ്രോക്കൽ 1/0. പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി 2. 1/∞. 1/∞ എന്ന് പറയുമ്പോൾ 0യാണ്. 1/∞ 1/0 നോട്ട് ചെയ്ത് വെച്ചോണേ. 1/∞ എന്ന് പറഞ്ഞാൽ 0യും 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയും. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റിന്ന് 0യിലേക്ക്, ഇൻഫിനിറ്റി വലിയ നമ്പർ, അതിൽ നിന്ന് 0യിലേക്ക് കുറയുക. ഡിക്രീസസ് ഫ്രം, കുറയുന്നു. അതുപോലെ അടുത്തത് ഇവിടെ നെഗറ്റീവാണ്, നെഗറ്റീവ് ശ്രദ്ധിച്ചോണം. ആദ്യം 1/-∞. 1/∞ വന്നാലും 1/-∞ വന്നാലും 0യാണ്. 1/∞ വേണ്ട 0 ഇടുക. 0 to 1/0. 1/0 ഇൻഫിനിറ്റിയോ നെഗറ്റീവ് ഇൻഫിനിറ്റിയോ വരെ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. 0യിൽ നിന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക്, 0 വേൾഡാണ്, നെഗറ്റീവ് ഇൻഫിനിറ്റി നമ്മൾ താഴോട്ട് പോകും, കുറയുക. പിന്നെ ഡിക്രീസസ് ഫ്രം. അടുത്തത് പോസിറ്റീവ് ആണ്, ശ്രദ്ധിച്ചോണേ. ഇതിന്റെ റെസിപ്രോക്കൽ 1/0. പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി 2. 1/∞. 1/∞ 0യാണ്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വലുതിൽ നിന്ന് 0യിലേക്ക് കുറയുക. ഡിക്രീസസ് ഫ്രം. അടുത്ത ശ്രദ്ധിച്ചോണ്ട് നെഗറ്റീവാണ്. tan x-ന്റെ റെസിപ്രോക്കൽ 1/∞, 1/-∞ ഏത് വന്നാലും 0. 2. 1/0. 1/0 നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. 0യിൽ നിന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പിന്നെ കുറയുക, താഴോട്ട് പോവുക. ഡിക്രീസസ് ഫ്രം. tan x ഫുൾ ഇൻക്രീസിങ്, cot x ഫുൾ ഡിക്രീസിങ്. അല്ലെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, അതിന്റെ റെസിപ്രോക്കൽ ഡിക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇവിടെ ഡിക്രീസിങ്ങേ വരുള്ളൂ. ഇത് ഫുൾ ഇൻക്രീസിങ് ആയതുകൊണ്ട് അത് ഓപ്പോസിറ്റേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ sec x cos x എങ്ങനെയാണോ അതിന്റെ ഓപ്പോസിറ്റേ ഇവിടെ വരുള്ളൂ. cos x ഡിക്രീസിങ് ആയതുകൊണ്ട് ഇവിടെ ഇൻക്രീസിങ് വരും, അങ്ങനെ വരുള്ളൂ. അല്ലെ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1/cos x. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് ഇനി എഴുതാൻ പോകുന്നത്. cos x ആദ്യം 1 0യിലേക്കല്ലേ. അപ്പോൾ 1/1 എന്ന് വെച്ചാൽ 1 2 1, അത് പോസിറ്റീവ് ആണ്, ശ്രദ്ധിച്ചോളെ. 1/0. 1/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി. 1ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുക ചെയ്ത്, ഇൻക്രീസ് ചെയ്യുക. ഇൻക്രീസസ് ഫ്രം, കണ്ടോ ഇവിടെ ഡിക്രീസിങ് ആയിരുന്നു, ഇവിടെ ഇൻക്രീസിങ് ആണ്. 1 to ഇൻഫിനിറ്റി. അടുത്തത് ഈ 0യിൽ നിന്ന് -1ലേക്കാണ്, ശ്രദ്ധിച്ചോളെ. ഇത് നെഗറ്റീവ് ആണ്. 1/0. 1/0 നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി 2.
1/-1. 1/-1 വെച്ചാൽ -1 തന്നെ. 1/-1. അപ്പം നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് അങ്ങ് താഴെയാണ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് -1 മുകളിലോട്ട് വരും, കൂടുക ചെയ്യുന്നത്. ഇൻക്രീസസ് ഫ്രം -∞ to -1. അടുത്തത് ഇതിന്റെ റെസിപ്രോക്കൽ എഴുതാം. നെഗറ്റീവ് ആണ്, ശ്രദ്ധിച്ചോണം. 1/-1. 1/-1 വെച്ചാൽ -1 തന്നെ. 2 1/0. 1/0 നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. -1ൽ നിന്ന് -1 കുറച്ച് മേളിലായിരുന്നു, അതിൽ നിന്ന് -∞ കുറഞ്ഞു പോവാം. ഡിക്രീസസ് ഫ്രം. അടുത്ത പോസിറ്റീവ് ആണ്. 0 1/0. 1/0 പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി. 2 1/1. ഇൻഫിനിറ്റി to 1. ഇൻഫിനിറ്റി വലുതാണ്, അതിൽ നിന്ന് 1ലേക്ക് കുറയുമായിരുന്നു. ഡിക്രീസസ് ഫ്രം. ഇനി cosec x 1/sin x. ഇതിന്റെ sin x ന്റെ റെസിപ്രോക്കൽ ആദ്യം നോക്കുക. പോസിറ്റീവ് ആണ്. 1/0. 1/0 ഇൻഫിനിറ്റി. 2 1/1. 1/1 ഇൻഫിനിറ്റി 1ലേക്ക് കുറയുമായിരുന്നു. ഡിക്രീസസ് ഫ്രം. അവിടെ ഇൻക്രീസിങ് ആയിരുന്നു, ഇവിടെ ഡിക്രീസിങ്. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ ഇവിടെ ശ്രദ്ധിച്ചാൽ പോസിറ്റീവാണ്. 1/1 എന്ന് വെച്ചാൽ 1 തന്നെ. 2 1/0 എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി. 1ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുക ചെയ്യുന്നത്. ഇൻക്രീസസ് ഫ്രം 1 to ഇൻഫിനിറ്റി. ഇനി അടുത്തത് ഇത് നെഗറ്റീവ് ആണ്, ശ്രദ്ധിച്ചോണം. 1/0. 1/0 വെച്ചാൽ -∞. 2 1/-1. 1/-1 വെച്ചാൽ -1. -∞ നിന്ന് -1ലേക്ക് കൂടി വരും. ഇൻക്രീസസ് ഫ്രം. അടുത്തത് നെഗറ്റീവ് ആണ്. 1/-1 -1. 2 1/0 നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. -1ൽ നിന്ന് -∞ കുറയുക. ഡിക്രീസസ് ഫ്രം. ഈ ടേബിൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ 6 ഫംഗ്ഷന്റെ ഗ്രാഫിന് വരയ്ക്കണം. sin x തൊട്ട് cosec x വരെയുള്ള എല്ലാത്തിൻ്റെയും ഗ്രാഫ് വരയ്ക്കണം. ഇത് 6ൻ്റെയും ഗ്രാഫ് നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്തത് വരയ്ക്കാം. ആദ്യം നമുക്ക് sin x ന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് ഓഫ് sin x. അപ്പം നമ്മൾ sin x ന്റെ ഇപ്പോൾ വരച്ച ടേബിൾ ആ കോളം നോക്കണം. അതായത് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടറിൽ sin x increases from 0 to 1. In second quadrant sin x decreases from 1 to 0. In third quadrant sin x decreases from 0 to -1. ഇനി തേർഡിൽ ആ ടേബിളിൽ ഓരോന്നിനും നമ്മളിപ്പോൾ വരച്ചില്ലേ, അതായത് ആദ്യം 0 to 1 ഇൻക്രീസസ് ഫ്രം 0 to 1, പിന്നെ 1 to 0 ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ 0 to -1 ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ -1ൽ നിന്ന് 0യിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അത് എഴുതണം. നോട്ടിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വേണം. പിന്നെ നമ്മളിവിടെ ചെയ്യാൻ പോണ എക്സ് ആക്സിസും വൈ ആക്സിസും വേണമല്ലോ. എക്സ് ആക്സിസിൽ ആംഗിൾസ് എടുക്കുന്നു, വൈ ആക്സിസിൽ വാല്യൂസ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിൻ്റെ വാല്യൂസ് വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ ആംഗിൾസും എടുക്കുന്നത്. ആംഗിൾസ് റേഡിയനിലാണ് എടുക്കുന്നത്. ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സൈൻ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയാൽ അറിയാം. 0 to 1, 1 to 0, 0 to -1, -1 to 0. ആകെ 0യും 1ഉം -1 അത്രയും കാര്യം. മാക്സിമം +1, ലീസ്റ്റ് -1. അപ്പോൾ വാല്യൂസ് നമ്മൾ വൈ ആക്സിസിലല്ലേ എടുക്കുന്നത്. വൈ ആക്സിൽ 0 തൊട്ട് 1 വരെ പോകാം, പിന്നെ -1 വരെ. ഇതിൻ്റെ ഇടയ്ക്കാണ് വാല്യൂസ് കിടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരും ഫുൾ വാല്യൂസ്. നമ്മൾ എടുത്ത ഇനി എക്സ് ആക്സിൽ ആംഗിൾസ് എടുക്കുന്നത്. എക്സ് ആക്സിൽ ആംഗിൾസ് 0 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വാർട്ടറിന് തീരുമ്പോൾ 90 ഡിഗ്രി ആണല്ലോ. 0 തൊട്ട് 90 ഡിഗ്രി വരെയാണ് ഫസ്റ്റ് ക്വാർട്ടറിന്. നമ്മൾ റേഡിയനിൽ എടുക്കുന്നു. ഫസ്റ്റ് ക്വാർട്ടറിന് π/2. ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ തുടങ്ങി സെക്കൻഡ് ക്വാർട്ടറിൻ്റെ അവസാനിക്കുമ്പോൾ π 180 ഡിഗ്രി. തേർഡ് ക്വാർട്ടറിൽ വരുമ്പോൾ 270 ഡിഗ്രി. 270 3π/2. 270 3π/2. ആ വാല്യൂസ് ഒക്കെ പഠിക്കണം കേട്ടോ. ഇനി നാലാമത്തെ ക്വാർട്ടറിൻ്റെ അങ്ങ് കറങ്ങി വരുമ്പോഴത്തേക്കും 360 ഡിഗ്രി. 360 എന്ന് പറഞ്ഞാൽ 2π. ഇത് ഇടതുവശത്തോട്ട് നമുക്ക് വരയ്ക്കാം. മൈനസ് നെഗറ്റീവ് ഇട്ടാൽ പോരെ. -π/2 -π -3π/2 -2π. ഇങ്ങനെ പോകും. നോക്കുക, ഫസ്റ്റ് ക്വാർട്ടറിൽ സൈൻ എക്സ് ഇൻക്രീസസ് ഫ്രം 0 to 1. ഫസ്റ്റ് ക്വാർട്ടറിൽ തുടക്കത്തിൽ ആംഗിൾ 0, വാല്യൂവും 0 0 0 വരും. കണ്ടോ? ഫസ്റ്റ് ക്വാർട്ടറിന്റെ അവസാനിക്കുമ്പോൾ ആംഗിൾ π/2. ആംഗിൾ π/2 ആണ്.
π/2 വരുമ്പോഴത്തേക്ക് അവസാനിക്കുമ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 0 to 1 അല്ലേ. ഈ π/2ന്റെ നേരെ 1 വരും. 1ന്റെ π/2ന്റെ നേരെ വരും. ഇനി ഇതാ ഫസ്റ്റ് ക്വാർട്ടർ. സെക്കൻഡ് ക്വാർട്ടറിന് π/2 തൊട്ട് π വരെ. സെക്കൻഡ് ക്വാർട്ടറിൽ ആംഗിൾ π/2 ആണ്. തുടക്കത്തിൽ ആംഗിൾ π/2 വാല്യൂ. സെക്കൻഡ് ക്വാർട്ടറിൽ 1 തൊട്ട് 0യിലേക്ക് വരും. തുടക്കത്തിൽ π/2 വരുമ്പോൾ ഇവിടെ വാല്യൂ 1 വരും. അവസാനിക്കുമ്പോൾ π ആംഗിൾ അവസാനിക്കുമ്പോൾ π. അപ്പോൾ πക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 ആണ്. 0 എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ വരും കണ്ടോ. ഇനി സെക്കൻഡ് ക്വാർട്ടറിന്റെ തുടങ്ങുമ്പോൾ തേർഡ് ക്വാർട്ടർ π തൊട്ട് 3π/2 വരെ തേർഡ് ക്വാർട്ടറിന്റെ തുടക്കത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി 0 to -1 വരെ. തുടക്കത്തിൽ 0 ഇവിടെ തന്നെ വരും. അവസാനിക്കുമ്പോൾ ആംഗിൾ π/2 വരും. അപ്പോൾ വാല്യൂ -1. 0ൽ നിന്ന് -1ലേക്കാണ്. -1 എന്ന് പറയുമ്പോൾ താഴോട്ട് വരും ഇവിടെ വരും. ഇനി ഇത് ഫോർത്ത് ക്വാർട്ടറിൽ തുടക്കത്തിൽ -1 അവസാനിക്കുമ്പോൾ 0 ഇവിടെ വരും. അപ്പോൾ നിങ്ങളത് കെർവായിട്ട് വരയ്ക്കണം. ഒരു വേവ്സ് പോലെ ഇങ്ങനെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. കാരണം ഈ കറങ്ങിക്കൊണ്ടിരിക്കും, ആംഗിൾ കറങ്ങുമല്ലേ. അപ്പോഴത്തേക്കും ഇത് ഈ ഷേപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇടത് സൈഡിലോട്ട് വരും. ഇവിടെ വരുമ്പോൾ -1, ഇവിടെ വരുമ്പോൾ +1 ഇങ്ങനെ വരും. ഈ കർവ് ഇങ്ങനെ വേവ് പോലെ പോകും. ഇതാണ് sin xന്റെ ഗ്രാഫ്. sin xന്റെ ഗ്രാഫ് നമ്മൾ ആ ടേബിൾ വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് sin xന്റെ ഗ്രാഫ്. ക്ലിയർ ആയല്ലോ. ഇതുപോലെ തന്നെ cos xന്റെ ഗ്രാഫ് വരയ്ക്കണം. cos xന്റെ ടേബിൾ നോക്കാം. ഫസ്റ്റ് ക്വാർട്ടറിൽ cos x ഡിക്രീസസ് ഫ്രം 1 to 0. 1ൽ നിന്ന് 0ലേക്ക് കുറയും. പിന്നെ 0ൽ നിന്ന് -1ലേക്ക് പിന്നെയും കുറയും. സെക്കൻഡ് ക്വാർട്ടറിൽ 0ൽ നിന്ന് -1ലേക്ക്. തേർഡ് ക്വാർട്ടറിൽ -1ൽ നിന്ന് 0ലേക്ക് കൂടും. ഫോർത്ത് ക്വാർട്ടറിൽ പിന്നെയും 0ൽ നിന്ന് 1ലേക്ക് പിന്നെയും കൂടും. അങ്ങനെയാണ് അത് എഴുതണം. ഇതുപോലെ തന്നെ ഫസ്റ്റ് x ആക്സിൽ ആംഗിളും y ആക്സിൽ വാല്യൂവും. അപ്പോൾ ശ്രദ്ധിച്ചാൽ sin xന്റെയും cos xന്റെയും മാക്സിമം വാല്യൂ 1, മിനിമം വാല്യൂ 0. ഇതേ തന്നെ അങ്ങ് വരച്ചാൽ മതി നമുക്ക്. അടുത്ത cos xന്റെ ഗ്രാഫ്. ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു cos x ആണ്. ഇനി cos x ആണ് വരയ്ക്കുന്നത്. cos x ഫസ്റ്റ് ക്വാർട്ടറിൽ 1ൽ നിന്ന് 0യിലേക്കാണ്. ഫസ്റ്റ് ക്വാർട്ടറിൽ തുടക്കത്തിൽ 1 ഉണ്ടോ, തുടക്കത്തിൽ 1 അവസാനിക്കുമ്പോൾ 0. π/2 വരുമ്പോൾ 0 വരും. സെക്കൻഡ് ക്വാർട്ടറിൽ 0ൽ π/2 തുടക്കത്തിൽ 0 കണ്ടോ. 0ൽ നിന്ന് -1ലേക്ക് അവസാനിക്കുമ്പോൾ -1 വരും. ഇവിടെ വരും. തേർഡ് ക്വാർട്ടറിൽ -1ൽ നിന്ന് 0യിലേക്ക് വരും. ഫോർത്ത് ക്വാർട്ടറിൽ 0ൽ നിന്ന് 1ലേക്ക് 2πയുടെ നേരെ 1 വരും കണ്ടോ. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ്. ആ വേവ്സ് തന്നെ ഇങ്ങനെ വരും. ഇനി ഇതിന്റെ റെപ്പിറ്റേഷൻ ആയിട്ട് ഇങ്ങോട്ട് വരും. ഇത് -1 ഇങ്ങനെ 1. ഈ വേവ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വരും. ചെറിയൊരു വ്യത്യാസം. ഇച്ചിരി ഗ്രാഫിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പം മറ്റേത് ഇവിടെ ഇങ്ങനെയല്ലായിരുന്നോ. ഈ ഗ്രാഫിനെ ഒരു 90 ഡിഗ്രി പുറകോട്ട് തള്ളിയാൽ മതി. അപ്പോൾ നമുക്ക് cos xന്റെ ഗ്രാഫ് കിട്ടും. ഇതാണ് cos xന്റെ ഗ്രാഫ്. sin x ആയി cos x ആയി. sin x ഉം cos x ഉം ഏതാണ്ട് സിമിലർ ആണ്. അതുപോലെ ടാനും കോട്ടും സിമിലർ ആണ്. sec x ഉം cosec x ഉം സിമിലർ ആണ്. അപ്പോൾ sin x ഉം cos x ഉം ക്ലിയർ ആയല്ലോ. നമുക്ക് tan x ഉം cot x ഉം നോക്കാം. ഗ്രാഫ് ഓഫ് tan x. tan xന്റെ ആ ടേബിൾ പഠിക്കണം. ഫസ്റ്റ് ക്വാർട്ടറിൽ 0ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയല്ലോ. ഫസ്റ്റ് ക്വാർട്ടറിൽ tan x ഇൻക്രീസസ് ഫ്രം 0 to infinity. സെക്കൻഡിൽ ഇൻക്രീസസ് ഫ്രം -∞ to 0. തേർഡിൽ പിന്നെയും 0 to infinity ഇൻക്രീസ് ചെയ്യുന്നു. ഫോർത്തിൽ -∞ to 0 ഇൻക്രീസ് ചെയ്യുന്നു. ഫുൾ ഇൻക്രീസിങ് ഫംഗ്ഷനാണ് cot x. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാർട്ടറിൽ 0 to infinity അല്ലേ. ഇൻഫിനിറ്റി വരുന്നത് π/2ന്റെ നേരെയാണ്. അതായത് π/2ന്റെ നേരെ ഇൻഫിനിറ്റി വരുമെന്ന് വെച്ചാൽ ഇമാജിനറിയാണ്. അവിടെ ഒരു അതായത് sin π/2 1, cos π/2 0. 1/0 അല്ലേ ഇൻഫിനിറ്റി നമ്മൾ എടുത്തേക്കുന്നത്. അതായത് 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഫസ്റ്റ് ക്വാർട്ടറിൽ അവസാനിക്കുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ്. π/2 നോട്ട് ഡിഫൈൻഡ് ആണ്, വാല്യൂ ഇല്ല. അപ്പം അത് കാണിക്കാൻ വേണ്ടി നമ്മൾ
ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എക്സ് ആക്സ് y ആക്സ് 0 ആംഗിൾ π/2 π/2 വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ഗ്രാഫ് π/2 നോട്ട് ഡിഫൈൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ π/2 നേരെ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. അതായത് ഗ്രാഫ് ഒരിക്കലും ഈ ഡോട്ടഡ് ലൈനെ മുട്ടാൻ പാടില്ല. മുട്ടിയാൽ π/2 കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് വാല്യൂ π/2 കറസ്പോണ്ടിങ് ആയിട്ട് നോട്ട് ഡിഫൈൻഡ് ഇൻഫിനിറ്റി വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നത്. ഈ ലൈനിൽ ഒരിക്കലും നമ്മുടെ ഗ്രാഫ് മുട്ടാൻ പാടില്ല. പിന്നെ π/2 കഴിഞ്ഞു പൈ, പിന്നെ 3π/2 3π/2 ഇത് തന്നെയുണ്ട്. 3π/2 വരുമ്പോൾ ഇൻഫിനിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മുട്ടുന്നില്ലെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. പിന്നെ 2π പ്രശ്നമൊന്നുമില്ല. ലെഫ്റ്റിലോട്ട് അതുപോലെ തന്നെ -π/2 -π/2 ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. പിന്നെ -π -3π/2 3π/2 ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാർട്ടറിൽ 0 തൊട്ട് π/2 വരിക. ഫസ്റ്റ് ക്വാർട്ടറിൽ ഇൻക്രീസസ് ഫ്രം 0 to ഇൻഫിനിറ്റി. തുടക്കത്തിൽ 0, അവസാനിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇൻഫിനിറ്റി അങ്ങ് കൂടി വരണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി 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 ഈ ലൈനോട് അടുത്തോണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും മുട്ടാൻ പാടില്ല. ഇവിടെ വന്നിട്ട് പലർക്കും ഇവിടെ പെട്ടെന്ന് ഇവിടെ മുട്ടാൻ വരും. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. ഈ ഗ്രാഫ് ഇങ്ങനെ ഈ ലൈനോട് അടുത്തോണ്ടിരിക്കണം. പക്ഷെ ഒരിക്കലും കൂട്ടിമുട്ടരുത്. ഇതിനോട് ഇങ്ങനെ അടുത്തൂടെ പൊക്കോണ്ടിരിക്കണം. മുട്ടാതെ പോകണം. ക്ലോസ് ആയിട്ടിരിക്കും. പക്ഷെ ഒരിക്കലും ആ ലൈനെ മുട്ടത്തില്ല. 0ൽ നിന്ന് അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോവുക, കൂടിപ്പോവാം. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റ് ഇവിടെ ഈ സെക്ഷനാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. തുടങ്ങുമ്പോൾ -∞ -∞ 0ലേക്ക് കൂടുക. -∞ ഇങ്ങ് താഴെ ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വന്ന് ഇങ്ങനെ 0ലേക്ക് എത്തും. തേർഡ് ക്വാർട്ടറിൽ π തൊട്ട് 3π/2 വരിക. പിന്നെ 0ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ഇതിങ്ങനെ കൂടി കൂടി വരും. ഇങ്ങനെ കൂടി കൂടി ഇതിനോട് അടുത്തുകൊണ്ടിരിക്കും. ഒരിക്കലും മുട്ടരുത്. ഫോർത്ത് ക്വാർട്ടറിൽ പിന്നെ -∞ 0ലേക്ക് -∞ ഇങ്ങനെ കൂടി 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 0 വരും. പിന്നെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങ് പോകും. അതുപോലെ തന്നെ ഇവിടെ ഏതോ -∞ ഈ ഒരു ഗ്രാഫ് റിപ്പീറ്റ് ചെയ്ത് പോകും. ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഓരോ സെക്ഷനും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് tan xന്റെ ഗ്രാഫ്. tan x ഫുള്ള് കണ്ടോ. ഫസ്റ്റ് ക്വാർട്ടറിൽ 0ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടി. സെക്കൻഡ് ക്വാർട്ടറിൽ -∞ 0ലേക്ക് വന്നു. പിന്നെ 0ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് വന്നു. ഫോർത്തിൽ -∞ 0ലേക്ക് വന്നു. ഇതാണ് നമ്മുടെ tan xന്റെ ഗ്രാഫ്. ഇതുപോലെ തന്നെയാണ് cot xന്റെ ഗ്രാഫ്. cot x വരുമ്പോഴത്തേക്കും ഇൻഫിനിറ്റി വരുന്നത് 0ലും πയിലും ഒക്കെയാണ്. ഫസ്റ്റ് ക്വാർട്ടറിന്റെ തുടക്കത്തിൽ ഇൻഫിനിറ്റി വരും. കണ്ടോ, ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 0. അപ്പം ഫസ്റ്റ് ക്വാർട്ടറിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 0. 0 y ആക്സിസ് അല്ലേ. 0 എന്ന് പറയുന്നത് ഇത് x ആക്സിസ്, 0 y ആക്സിസാ. അപ്പൊ തുടക്കത്തിൽ ഇൻഫിനിറ്റിയാ. അപ്പൊ 0 y ആക്സിസ് നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. y ആക്സിസ് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണേ. ഇത് y ആക്സിസ്, അത് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണം. 0യിൽ ഇൻഫിനിറ്റി വരുന്നത് കൊണ്ടാണ്. പിന്നെ π/2 കുഴപ്പമില്ല. അവസാനിക്കുന്നത് -∞ to 0 അവസാനിക്കുമ്പോൾ കുഴപ്പമില്ല. സെക്കൻഡ് ക്വാർട്ടറിന്റെ അവസാനിക്കുമ്പോൾ ഇൻഫിനിറ്റി വരും. അതുകൊണ്ട് πയിൽ നമ്മൾ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുന്നു. ഇനി 3π/2 കുഴപ്പമില്ല, 2πക്ക് കുഴപ്പമുണ്ട്. അപ്പം 2πയിൽ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കുന്നു. ഇനി ഇതുപോലെ തന്നെ -π/2 -πക്ക് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. 3π/2 കുഴപ്പമില്ല, -3π/2 കുഴപ്പമില്ല, -2πക്ക് കുഴപ്പമുണ്ട്. അവിടെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. ഇൻഫിനിറ്റി വരുന്നിടത്ത് ഡോട്ടഡ് ലൈൻസ് വരയ്ക്കണം. നോക്കാം cot x ഫസ്റ്റ് ക്വാർട്ടറിൽ 0 തൊട്ട് π/2 വരിക. ഫസ്റ്റ് ക്വാർട്ടറിൽ ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 0. ഫസ്റ്റ് ക്വാർട്ടറിന്റെ തുടക്കത്തിലാണ് ഇൻഫിനിറ്റി. ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞു അവസാനിക്കുമ്പോൾ അങ്ങ് 0യിൽ വരും. കണ്ടോ, ഇവിടെ 0 വരും. ഇനി സെക്കൻഡ് ക്വാർട്ടറിൽ π/2 തൊട്ട് π വരിക.
സീറോയിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റി വരും, കുറഞ്ഞ് പിന്നെയും കുറഞ്ഞു പോവുക. സീറോയിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് 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 മൈനസ് ഇൻഫിനിറ്റി താഴോട്ട് വരും കണ്ടോ. ഒരിക്കലും അതിനെ മുട്ടരുത്. ഇനി ഇപ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ പിന്നെ ഇൻഫിനിറ്റിയിൽ നിന്ന് സീറോയിലേക്ക് കുറയുക. തുടക്കത്തിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് 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 സീറോയിൽ വരും കണ്ടോ. സീറോയിൽ നിന്ന് പിന്നെ സീറോയിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പിന്നെയും കുറയുക. ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് 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 മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ വരും. ഇത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് 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 ഇവിടെ വന്നിട്ട് ഇവിടെ പിന്നെ ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരും. അതിൻ്റെ ഇവിടെ വരും. ഇതാണ് കോർട്ടെക്സിൻ്റെ ഗ്രാഫ്. ഫുള്ള് കുറഞ്ഞു വരിക, താഴോട്ട് വരും. ടാനിക് സമം മുകളിലോട്ട് ഉയർന്ന് കൂടിപ്പോകുമായിരുന്നു. ഇതാണ് കോർട്ടെക്സിൻ്റെ ഗ്രാഫ്. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്, സീക്കെക്സും കൊസീക്കെക്സും. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയല്ലോ. സീക്കെക്സും കൊസീക്കെക്സും കൂടെ നമുക്കതങ്ങ് ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് എടുത്തേക്കാം. സീക്കെക്സിന്റെ ഗ്രാഫ് ഇതുപോലെ തന്നെ ഇൻഫിനിറ്റി വരുന്നിടത്തൊക്കെ ഡോട്ടർ ലൈൻസ് വരികണേ. ഇൻഫിനിറ്റി വരുന്നത് സീക്കെക്സ് ഇൻഫിനിറ്റി വരുന്നത് ഫസ്റ്റ് കൊണ്ട് 1 to ഇൻഫിനിറ്റിയാ. അപ്പോൾ π/2 ഇല്ല, 1 അവസാനിക്കുമ്പോഴാണ് ഇൻഫിനിറ്റി വരുന്നത്. π/2ന്റെ മൾട്ടിപ്പിൾസിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എക്സ് വൈ ആക്സിന് കുഴപ്പമില്ല, വൈ ആക്സ് 0, π/2ന് കുഴപ്പമുണ്ട്, ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നു. പൈക്ക് കുഴപ്പമില്ല, 3π/2ന് കുഴപ്പമുണ്ട്, ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നു. 2πക്ക് കുഴപ്പമില്ല. അതുപോലെ ഇവിടെ -π/2ന് കുഴപ്പമുണ്ട്, ഡോട്ടർ ലൈൻസ് വരയ്ക്കുന്നു. -πക്ക് കുഴപ്പമില്ല, -3π/2 ഡോട്ടർ ലൈൻസ് വരയ്ക്കണം. -2πക്ക് കുഴപ്പമില്ല. പിന്നെ ഈ സീക്കെക്സിനും കൊസീക്കെക്സിനും 1 -1 കൂടി ഉണ്ട്. നിങ്ങൾ നോക്കും പറയാം, ഫ്രം ഇൻഫിനിറ്റി ടു 1 1 -1 അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ 1 അടയാളപ്പെടുത്തി, ഇവിടെ -1 അടയാളപ്പെടുത്തി. ടാനിക്സിനും കോട്ടെക്സിനും 1 -1 ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തില്ല, ഉള്ളടത്ത് അടയാളപ്പെടുത്തുക. ഇനി നോക്കുക, ഫസ്റ്റ് ക്വാർട്ടറിൽ സീക്കെക്സ് ഫസ്റ്റ് ക്വാർട്ടറിൽ ഇൻക്രീസസ് ഫ്രം 1 to ഇൻഫിനിറ്റി. ഇൻക്രീസ് ഫസ്റ്റ് ക്വാർട്ടർ തുടക്കത്തിൽ 1 ഇത് ഈ സെക്ഷനിൽ 1 നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വളഞ്ഞ് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇതാണ് മുട്ടരുത്, ഇങ്ങനെ 1 നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൂടി പോവുക. സെക്കൻഡ് ക്വാർട്ടറിന്റെ π/2 തൊട്ട് π വരിക, π/2 തൊട്ട് π വരിക സെക്കൻഡ് ക്വാർട്ടറിന്റെ. അവിടെ നിങ്ങൾ നോക്കുക, ഇൻക്രീസസ് ഫ്രം -ഇൻഫിനിറ്റി ടു -1. തുടക്കത്തിൽ ഇങ്ങ് -ഇൻഫിനിറ്റി, സെക്കൻഡ് ക്വാർട്ടർ തുടക്കത്തിൽ -ഇൻഫിനിറ്റി, അവസാനിക്കുമ്പോൾ -1 ഇവിടെ വരണം. അവസാനിക്കുമ്പോൾ -1, പൈയുടെ നേരെ -1 വരണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും കണ്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കൂടി ഇൻക്രീസ് ചെയ്യാം, -ഇൻഫിനിറ്റിയിൽ നിന്ന് കൂടി -1ലേക്ക് വരും. തേർഡ് ക്വാർട്ടറിൽ നോക്കുക, തേർഡ് ക്വാർട്ടറിൽ ഇൻക്രീസസ് ഫ്രം തേർഡ് ക്വാർട്ടറിൽ ഡിക്രീസസ് ഫ്രം -1 to ഇൻഫിനിറ്റി. തുടക്കത്തിൽ -1 നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വെക്കുക, അവസാനിക്കുമ്പോൾ -ഇൻഫിനിറ്റി താഴോട്ട് പോവുക, കുറയുക. ഡിക്രീസസ് ഫ്രം -1 to ഇൻഫിനിറ്റി, -1ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് താഴോട്ട് പോവുക. ഫോർത്ത് ക്വാർട്ടറിൽ എന്ന് പറയുന്നത് പിന്നെ ഫോർത്ത് ക്വാർട്ടറിൽ ഡിക്രീസസ് ഫ്രം ഇൻഫിനിറ്റി ടു 1. ഫോർത്ത് ക്വാർട്ടറിൽ തുടക്കത്തിൽ ഇൻഫിനിറ്റി, ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് അവസാനിക്കുമ്പോൾ 1, 2πയുടെ നേരെ 1 വരണം. 1 ഇങ്ങനെ കുറഞ്ഞ് 1ലെത്തുന്നു. ഇനി ഇവിടെ 1ലെത്തി കഴിഞ്ഞാൽ പിന്നെ 1ൽ കൂടുക, ഇങ്ങനെ കൂടും. അപ്പോൾ ഒന്ന് മേളിലോട്ടും താഴോട്ടും ഓരോ കെറവാണ്. ഒന്ന് മേളിലോട്ടാണ്, അടുത്ത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് വരും. അപ്പോൾ ഇവിടെ താഴോട്ട് വരണം, ഇത് മേളിലോട്ട് വരും. ഇനി ഇവിടെ താഴോട്ട്, ഇവിടെ 1 വരും, ഇവിടെ താഴോട്ട് വരും. ഓൾട്ടർനേറ്റ് മേളിലോട്ടും താഴോട്ടും ഇരിക്കുന്നത്. ഒരു സെക്ഷനിൽ മേളിലോട്ടാണ്, അടുത്ത സെക്ഷൻ താഴോട്ട്, പിന്നെ മേളിലോട്ട്, പിന്നെ താഴോട്ട്. ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും +1 വരും. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരും. മേളിലോട്ടും താഴോട്ടും കർവായിട്ടിരിക്കും. ഇതാണ് സീക്കെക്സിന്റെ ഗ്രാഫ്. ഇതുപോലെ തന്നെയാണ് കൊസീക്കെക്സ്. കൊസീക്കെക്സ് ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ, നോക്കി വരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഫിനിറ്റി വരുന്നിടത്ത് ഡോട്ടർ ലൈൻസ് ഇടണം. അപ്പോൾ ഇവിടെ ഡോട്ടർ ലൈൻസ് ഇടേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് 0യിലും πയിലും അങ്ങനെ ഡോട്ടർ ലൈൻസ് ഇടേണ്ടത്. അതിൽ ഡോട്ടർ ലൈൻസ് ഇടുക, എന്നിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. അപ്പം ഗ്രാഫ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി, ഇച്ചിരി അങ്ങോട്ട് മാറ്റിയാൽ മതി. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് വരയ്ക്കാം.
അത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഈ ഗ്രാഫ് എല്ലാം അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.